morning. Good morning, sir. Sir. Good morning, sir. Oh, good morning, all of you. Good morning. Morning, Parvati. Good morning, sir. ഇന്നൊരു നല്ല ദിവസമാണ്. എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കി ക്ലാസ് അറ്റൻഡ് ചെയ്താൽ സന്തോഷം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അറിയാമോ? ടീച്ചേഴ്സ് ഡേ. എന്നിട്ട് പിന്നെ നിങ്ങളല്ലേ ടീച്ചേഴ്സ് ഡേ വിഷ് ചെയ്യണം? ഞാനാണോ ടീച്ചേഴ്സ് ഡേ വിഷ് ചെയ്യേണ്ടത്? പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കിത് ഭയങ്കര സ്പെഷ്യൽ ഡേ ആയി. ഇപ്പൊ പിള്ളേർക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല ടീച്ചേഴ്സ് ഡേ എന്നുള്ള കാര്യം. അപ്പൊ എല്ലാവർക്കും നമ്മളെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരെയൊക്കെ ഒന്ന് ഓർമ്മിക്കുക. ഞങ്ങൾ ഓർമ്മിക്കാറുണ്ട്. ഞങ്ങൾ ടീച്ചർമാരാണല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ ഡേ ആണ്. ഞാൻ പറയുന്നില്ല, കേൾക്കുന്നുണ്ടോ? Yes, sir. Sir. Sir, happy Teachers Day. താങ്ക് യുടാ. കുറച്ചെങ്കിലും മാനേഴ്സ് കീപ്പ് ചെയ്യുന്ന ആൾക്കാർ തമിഴ്നാട്ടുകാരാ. താങ്ക് യു. തമിഴ് ഏരിയക്ക് പോയി കഴിഞ്ഞാൽ ഫാർ ബെറ്ററാ. നമ്മുടെ കോയമ്പത്തൂർ ഭാഗത്തുള്ള കുട്ടികളൊക്കെ നല്ല കർണാടകയും ഒക്കെ. മലയാളി പിള്ളേർക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ആൻഡ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ. Happy Teachers Day, sir. Happy Teachers Day, sir. നന്ദ നേരത്തെ എഴുന്നേറ്റ് വന്നാ? Sir. ഞങ്ങൾ ടീച്ചർമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മെസ്സേജ് അയച്ച് കളിക്കുക, ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞു. ഓക്കെ, ഇന്ന് ഏത് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം നമുക്ക്? ഇന്നലെ ഇതിന്റെ കണ്ടിന്യൂഷൻ മതിയോ അതോ പുതിയ ഏതെങ്കിലും ചാപ്റ്റർ വേണോ? ഇന്നലത്തെ കണ്ടിന്യൂഷൻ. സ്ക്രീൻ വിസിബിൾ ആണോ? Yes, sir. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വരെ ചെയ്ത ഓർമ്മയുണ്ടോ? ഒരു ബോഡി മറ്റേത് ഗ്യാപ്പ് പറഞ്ഞു അല്ലേ? പ്രോബ്ലം നമ്പർ 8 അല്ലേ ഇനി ചെയ്യാനുള്ള? Yes, sir. Sir. ചെയ്തോ.
കിട്ടിയോ? പ്രോബ്ലം നമ്പർ 8 കിട്ടിയ എല്ലാവർക്കും? The volume V versus temperature T graph for a certain amount of perfect gas at two pressures P1 and P2 are shown in figure. It shows from the graph that ആരാ കൂടുതൽ P1 ആണോ P2 ആണോ? P2 is greater than P1. വോളിയം ടെമ്പറേച്ചറും തമ്മിലാണ് ഗ്രാഫ്. നമുക്കറിയുന്ന ഇക്വേഷൻ PV = nRT എന്നാണ്. സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ വോളിയം ബൈ ടൈം ആണ്. വോളിയം ബൈ ടെമ്പറേച്ചർ ആണ്. വോളിയം ബൈ ടെമ്പറേച്ചർ V/T എഴുതാം. V/T പറയടാ NR ഡിവൈഡർ ബൈ P എന്നല്ലേ വരിക അല്ലേ? ഈ V/T എന്ന് പറയുമ്പോൾ അതല്ലേ ഗ്രാഫിന്റെ സ്ലോപ്പ്. അപ്പൊ സ്ലോപ്പ് NR ഡിവൈഡർ ബൈ P എന്ന് വരും. ഈ NR ഒരു കോൺസ്റ്റന്റ്. അപ്പൊ സ്ലോപ്പ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് വരും. സ്ലോപ്പ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. നമ്മൾ സ്ലോപ്പ് നോക്കുമ്പോൾ ഇവന്റെ സ്ലോപ്പ് θ1 tan θ1, ഇവന്റെ tan θ2 കമ്പയർ ചെയ്യുമ്പോൾ സ്ലോപ്പ് കൂടുതലായിരിക്കാം. സ്ലോപ്പ് ഓഫ് P2 ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് P1 അല്ലേ? സ്ലോപ്പ് കൂടിയ പ്രഷറിന്റെ വാല്യൂ കമ്മിയാവും. അതായത് സ്ലോപ്പ് ഓഫ് 2 ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് 1 അല്ലേ? സോ P2 ഈസ് Less than P1. കാരണം സ്ലോപ്പ് കൂടിയ പ്രഷർ കുറയും. കാരണം സ്ലോപ്പും പ്രഷറും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. സ്ലോപ്പ് കൂടിയാൽ പ്രഷർ കുറയും. ക്ലിയർ ആണോ? Yes, sir. എല്ലാവർക്കും ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. The boiling water is changing into steam. Under this condition, specific heat of water is പറയടാ. ഡെൽറ്റ Q ഈസ് ഈക്വൽ MC ഡെൽറ്റ T എന്നല്ലേ? സ്പെസിഫിക് ഹീറ്റ് അല്ലേ വേണ്ടത്? ഇപ്പൊ ഡെൽറ്റ Q ഡിവൈഡർ ബൈ M ഡെൽറ്റ T. ഈ വാട്ടർ വേപ്പർ ആവുന്ന സമയത്ത്, വാട്ടർ സ്റ്റീം ആവുന്ന സമയത്ത് ഡെൽറ്റ T എന്തായിരിക്കും? വാട്ടർ വേപ്പറായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡെൽറ്റ ടിയുടെ വാല്യൂ എന്തായിരിക്കും? 0. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് എന്തായിരിക്കും? ഇൻഫിനിറ്റി. എന്താ ഇതിന്റെ മീനിങ് അറിയാമോ? ഈ വാട്ടർ വേപ്പറായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് when water is converting into steam, at that time we can't increase the temperature of steam. We can increase the temperature of steam only after the complete conversion of water into steam. കാരണം വാട്ടർ സ്റ്റീം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന എനർജി മുഴുവൻ സ്റ്റേറ്റ് കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്നത് കാരണം ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ പറ്റില്ല. ഇഫ് യു വാണ്ട് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ യു സപ്ലൈ ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി എന്നാണ് മീനിങ്. വാട്ടർ വേപ്പറായി മാറുന്ന സമയത്ത് ദ എൻറ്റയർ എനർജി ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ സ്റ്റേറ്റ് കൺവേർഷൻ, നോട്ട് ഫോർ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം. ദാറ്റ്സ് വൈ ദ സ്പെസിഫിക് ഹീറ്റ് ഈസ് ഇൻഫിനിറ്റ്. ഓക്കെ ആണോ? ഐസ് വാട്ടർ ആകുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ? അതെ, ഐസ് വാട്ടർ ആകുമ്പോഴും സ്പെസിഫിക് ഹീറ്റ് ഇൻഫിനിറ്റി ആണ്. വാട്ടർ സ്റ്റീം ആവുന്ന സമയത്തും സ്പെസിഫിക് ഹീറ്റ് ഇൻഫിനിറ്റി ആണ്. കറക്റ്റ്. സ്റ്റേറ്റ് കൺവേർഷൻ നടക്കുന്ന സമയത്ത് സ്പെസിഫിക് ഹീറ്റ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ അല്ലേ? Okay, sir. അടുത്തത്, a piece of ice of mass
അപ്സര ഒന്ന് വായിച്ചേ, ക്വസ്റ്റ്യൻ വായിച്ചേ അപ്സര. A piece of ice of mass 50 kg is pushed with a velocity of 5 meters per second along a horizontal surface. As a result of friction between the piece and the surface, the piece stops after traveling 25 meters. The ice melting in this process is അപ്പോൾ the loss in kinetic energy of the block, first of all converted into heat, that is utilized for melting the ice. Correct? Yes, sir. A piece of ice, അതിൻ്റെ മൊത്തം മാസ് ഹാഫ് ക്യാപിറ്റൽ എം വി സ്ക്വയർ. That is equal to ml. ക്യാപിറ്റൽ എം എന്ന് പറയുമ്പോൾ ടോട്ടൽ മാസ്. സ്മോൾ എം എന്ന് പറയുമ്പോൾ ഐസ് ദാറ്റ് മെൽറ്റ് ചെയ്ത ഐസിൻ്റെ എമൗണ്ട്, ഐസ് ദാറ്റ് മെൽറ്റ്സ്, ഹാഫ് ഇൻറ്റു എം എത്ര, ക്യാപിറ്റൽ എം എത്രയാ, 50 ഇൻറ്റു വെലോസിറ്റി എത്രയാ, 5 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ എം എത്രയാ, സ്മോൾ എം അറിയില്ല, അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. എല്ലോ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് എത്രയാ, 80 കലോറീസ് പെർ ഗ്രാം. ജൂൾസിലേക്ക് മാറ്റുമ്പോൾ ആൻസർ ഗ്രാമിലാണ് കിടക്കുന്നത് അല്ലേ. 80 ഇൻറ്റു 4.2. എന്തിനാ 4.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? ജൂളിലോട്ട്. ഒരു ചെറിയ പ്രശ്നം കൂടെ ഉണ്ട്. അപ്പുറത്തെ ലെഫ്റ്റ് സൈഡിലെ മാസ് കിലോഗ്രാമിലായതുകൊണ്ട് റൈറ്റ് സൈഡ് കിലോഗ്രാമിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ 80 കാലോറീസ് പെർ ഗ്രാം എന്നാണ്. അപ്പോൾ 80 ഇൻറ്റു 4200 ജൂൾസ് പെർ കിലോഗ്രാമിലേക്ക് മാറ്റി. അപ്പോൾ എം നമുക്ക് കിലോഗ്രാമിലാണ് കിട്ടുക. എന്നിട്ട് അതിനെ ഗ്രാമിലേക്ക് മാറ്റണം. ഒന്ന് കണ്ടുപിടിച്ച എല്ലാവരും. ആകെ 50 കിലോഗ്രാം ഐസ് ഉണ്ടായിരുന്നു. അതിൽ എത്ര ഗ്രാം ഐസ് മെൽറ്റ് ആവുന്നതാണ് ക്വസ്റ്റ്യൻ. Option D, sir. Option D. Option D, 1.86 gram. M is equal to, look at 25. But 25 into 25 by 80 into 4200. കറക്റ്റ് കിട്ടുന്നുണ്ടോ? $625 by നമുക്ക് കിട്ടും. This is equal to 0.00186 കിലോഗ്രാം കിട്ടും. അപ്പോൾ ആരോ പറഞ്ഞു ആൻസർ 1.86 ഗ്രാം. ആരാ ആൻസർ പറഞ്ഞേ? Franco. Okay. Please be careful. See, the mass is given in kilogram. So this capital M and small m, you choose it in kilogram. The final answer is expressed in gram. So convert that kilogram into gram. Okay. Sir. നമുക്ക് ഈ 50 കിലോഗ്രാമിനെ നമ്മള് ഗ്രാമിലോട്ട് ആക്കിയിട്ട് ചെയ്താൽ അവിടെ 4.2 വേണ്ടി വരും. രണ്ടും അത് വേണം. 4.2 എന്തായാലും വേണം. അത് കാലോറീനെ ജൂളിലേക്ക് മാറ്റാനല്ലേ.
4200 ഇട്ടത് ജൂൾസ് പെർ കിലോഗ്രാമിലേക്ക് മാറ്റാനാ. ജൂൾസ് പെർ ഗ്രാമിലേക്ക് മാറ്റാൻ 4.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. അതായത് ഈ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ 80 കാലോറീസ് പെർ ഗ്രാം അല്ലെങ്കിൽ 80 ഇൻറ്റു 4.2 ജൂൾ ബൈ ഗ്രാം, ഓർ ദാറ്റ് ഈസ് ഈക്വൽ 80 ഇൻറ്റു 4.2 ജൂൾ ബൈ 10⁻³ കിലോഗ്രാം. ഈ 10⁻³ മുകളിലേക്ക് വരുമ്പോഴാണ് 80 ഇൻറ്റു 4200 ജൂൾസ് പെർ കിലോഗ്രാം എന്നാവുന്നത്. ഒന്നുകിൽ 80 കാലോറീസ് പെർ ഗ്രാം അല്ലെങ്കിൽ 80 ഇൻറ്റു 4.2 ജൂൾസ് പെർ ഗ്രാം ഓർ 80 ഇൻറ്റു 4200 ജൂൾ പെർ കിലോഗ്രാം. എല്ലാം ഒന്ന് തന്നെയാണ്, യൂണിറ്റ് മാറ്റി പറയുന്നേ ഉള്ളൂ ഓക്കെ കേട്ടോ. സർ. ഓക്കെ അല്ലേ? യെസ് സർ. അടുത്തത് പ്രോബ്ലം നമ്പർ 11. വൈഷ്ണവ് ഒന്ന് വായിച്ചടാ. വൈഷ്ണവ്. 1 kg of ice at 0 degree Celsius is mixed with 1 kg of water at 10 degree Celsius. The resulting temperature will be. ഓക്കെ. 1 കിലോഗ്രാം ഐസ് 0 ഡിഗ്രി സെൽഷ്യസ് മിക്സ്ഡ് വിത്ത് 1 കിലോഗ്രാം ഓഫ് വാട്ടർ 10 ഡിഗ്രി സെൽഷ്യസ്. റിസൾട്ടിംഗ് ടെമ്പറേച്ചർ വിൽ ബി. Come on. 1 kilogram ice at 0 degree Celsius mixed with 1 kilogram of water at 10 degree Celsius. The resulting temperature will be. Sir, between 0 and 10 degree. ഇത് നോക്ക്, നമ്മുടെ 1 കിലോഗ്രാം ഐസും മിക്സ്ഡ് വിത്ത് 1 കിലോഗ്രാം വാട്ടറും ആണുള്ളത്. പക്ഷേ നമുക്ക് വേണേൽ 1 ഗ്രാം എടുക്കാം. രണ്ടും 1 ഗ്രാം ആണ്, എളുപ്പത്തിൽ പറഞ്ഞുതരാം. 1 ഗ്രാം. എനർജി ടു മെൽറ്റ് 1 ഗ്രാം ഐസ് എത്ര വരെ? എനർജി ടു മെൽറ്റ് 1 ഗ്രാം ഐസ് ഡെൽറ്റ Q1. 1 ഗ്രാം ഐസിനെ മെൽറ്റ് ചെയ്യിക്കാൻ വേണ്ട എനർജി ml എന്നല്ലേ? m 1 ഗ്രാം എന്ന് വിചാരിച്ചു. L 80 കലോറീസ് പെർ ഗ്രാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 80 കലോറീസ് എന്ന് വരും. 1 ഗ്രാം ഐസിനെ മെൽറ്റ് ചെയ്യിക്കാൻ നമുക്ക് 80 കലോറീസ് വേണം. ഓക്കെ. യെസ് സർ. 1 കിലോഗ്രാം ആകുമ്പോൾ നമുക്ക് 8000 വേണം, അല്ല ഇൻറ്റു 1000 വേണം, 80,000 വേണം. അവിടെ ഗ്രാമിൽ പറഞ്ഞാലും മതി. എനർജി ടു മെൽറ്റ് ഐസ്, ഐസിനെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് 80 കലോറി എനർജി വേണം. മാക്സിമം എനർജി സപ്ലൈഡ് ബൈ വാട്ടർ. മാക്സിമം, അതായത് ഈ വെള്ളത്തിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം എനർജി എന്ന് പറയുമ്പോൾ ഡെൽറ്റ Q2 ഈസ് ഈക്വൽ MC ഡെൽറ്റ T. m 1 ഗ്രാം എന്ന് വിചാരിക്കുക. സ്പെസിഫിക്കേറ്റ് 1 കാലോറീസ് പെർ ഗ്രാം എന്ന് വിചാരിക്കുക. സ്പെസിഫിക്കേറ്റിന്റെ വാല്യൂ 1 കാലോറീസ് പെർ ഗ്രാം. ഡെൽറ്റ ടിയുടെ വാല്യൂ 10ൽ നിന്ന് മാക്സിമം പോയാൽ 0 വരെ പോകാം. ദാറ്റ് ഈസ് ഈക്വൽ 10 കലോറി എന്ന് മാത്രമല്ലേ കിട്ടുള്ളൂ. അതായത് ഐസിനെ മെൽറ്റ് ചെയ്യാൻ 80 കലോറി വേണം. വെള്ളത്തിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് 10 ആണ്. ഈ 10 കലോറിയുമായിട്ട് നമ്മൾ ഐസിനെ മെൽറ്റ് ചെയ്യാൻ പോയാൽ ഐസിന്റെ ആകെ 1/8 പോർഷൻ മാത്രമേ മെൽറ്റ് ആവൂ. ഐസിന്റെ ചെറിയ ഒരു പോർഷൻ മാത്രമേ മെൽറ്റ് ആവുള്ളൂ. മേജർ പോർഷൻ എന്തായിട്ട് കണ്ടിന്യൂ ചെയ്യും? മേജർ പോർഷനും എന്തായിട്ട് കണ്ടിന്യൂ ചെയ്യും? ഐസായിട്ട് തുടരും. ഐസ് മുഴുവനായിട്ട് മെൽറ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം വൈഷ്ണവ എന്തായിരിക്കും ആൻസർ? ബി. ആൻസർ 0 ഡിഗ്രി തന്നെയാണ്. ലെസ് ദാൻ 0 അല്ല, ബിറ്റ്വീൻ 0 and 10 അല്ല, ഗ്രേറ്റർ ദാൻ 0 അല്ല. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ നമ്മുടെ കയ്യിൽ 10 ഗ്രാം 1 കിലോഗ്രാം ഐസുള്ളൂ, വാട്ടറുള്ളൂ. അത് വെറും 10 ഡിഗ്രിയിലിരിക്കുന്നത്. ഈ വളരെ തണുത്ത വെള്ളമാണ്. ഈ വെള്ളം ഉപയോഗിച്ചിട്ട് ഐസിനെ മെൽറ്റ് ചെയ്യാൻ പോയാൽ ഐസിന്റെ ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് മെൽറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഐസിന്റെ ഒരു വലിയ പാർട്ട് ഐസായിട്ട് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഐസിന്റെ പാർട്ട് കണ്ടിന്യൂ ചെയ്യുന്ന കാരണം കംപ്ലീറ്റ് ഐസും എന്ത് ചെയ്യില്ല? മെൽറ്റ് ആവില്ല എന്നാ മീനിങ്. കംപ്ലീറ്റ് ഐസും മെൽറ്റ് ആവാത്ത കാരണം റിസൾട്ടിങ് ടെമ്പറേച്ചർ 0 ആയിരിക്കും. ടെമ്പറേച്ചർ ഉയർത്താൻ പറ്റണമെങ്കിൽ കംപ്ലീറ്റ് ഐസും മെൽറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ പറ്റുള്ളൂ.
മനസ്സിലായോ? Yes, sir. Yes, sir. ഈ ടൈപ്പ് പ്രോബ്ലങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതായത് കംപ്ലീറ്റ് ഐസിനെയും മെൽറ്റ് ആക്കാനുള്ള എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റിസൾട്ടൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ. ഇവിടെ റിസൾട്ടൻ ടെമ്പറേച്ചർ കാണേണ്ട കാര്യമില്ല. അതിന് കാരണം വാട്ടർ കൊടുക്കുന്ന എനർജിക്ക് ഐസിനെ മെൽറ്റ് ചെയ്യിക്കാൻ കഴിയില്ല. ചെറിയൊരു പീസിന് മാത്രമേ മെൽറ്റ് ചെയ്യിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ആൻസർ എന്തായിട്ടാണ് നിൽക്കുന്നത്? 0 ഡിഗ്രി ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, Yes, sir. Yes, sir. ആകെ എനിക്കൊരു സ്ക്രീനിൽ ഒരു പാർവതിനെ മാത്രമേ കാണാനുള്ളൂ. നിങ്ങൾ സ്കൂളിലെ സമയത്തൊക്കെ എല്ലാവരും വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചിരുന്നല്ലോ. ഇപ്പം ആരെയും കാണാനില്ല. വൈഷ്ണവ്, Sir, നിനക്കെന്ത് പറ്റി? നീ സാധാരണ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവനായിരുന്നല്ലോ. sir, വീട്ടിൽ മൊത്തം ആളാണ് sir. അതുകൊണ്ടാ. അതുകൊണ്ടാണ്. അവിടെ അപ്പൊ എന്നാ അടുത്ത ക്വസ്റ്റ്യൻ. വീട്ടിലെ ആൾക്കാരാണെങ്കിൽ വീട്ടിൽ ഇത് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നുമല്ലോ ചെയ്യുന്നത്. വീട്ടുകാരുടെ പ്രശ്നം. വീട്ടിലെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ക്ലാസ് എടുക്കുന്നതൊന്നും കുറച്ച് ശരി, പിള്ളേരൊക്കെ ഓക്കെ, പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് passed into 1.1 kilogram of water contained in a calorimeter of water equivalent 0.02 kilogram at 15 degrees Celsius till the temperature of the calorimeter and the content rises to 80 degrees Celsius. Mass of steam condensed in kilogram is. നന്ദയ്ക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായ? നന്ദ Sir. ഒന്ന് വായിച്ചേ, ക്വസ്റ്റ്യൻ വായിച്ചേ. Steam at 100 degrees Celsius is passed into 1.1 kilogram of water contained in a calorimeter of water equivalent 0.02 kg at 15 degrees Celsius till the temperature of the calorimeter and its contents rises to 80 degrees Celsius. The mass of steam condensed in kg is. നമ്മുടെ കയ്യിൽ കുറെ സ്റ്റീം ഉണ്ടായിരുന്നു. ആ സ്റ്റീമിനെ എന്തിലൂടെ നമ്മൾ പാസ് ചെയ്യിപ്പിച്ചു? 1 kg of water. ഒരു കലോറിമീറ്ററിൽ കുറെ വെള്ളം ഇരിക്കുന്നുണ്ട്. ആ വെള്ളത്തിലൂടെ നമ്മൾ കടത്തി വിട്ടു അല്ലേ? Yes, sir. അപ്പോ 100 ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടായിരുന്ന സ്റ്റീം എവിടേക്ക് എത്തി? 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി അല്ലേ? സ്റ്റീം 100 ഡിഗ്രി സെൽഷ്യസിന് എവിടേക്ക് പോയിട്ടുണ്ട്? 80 degrees 80 Celsius. ഡിഗ്രി സെൽഷ്യസിലേക്ക് പോയി. ഓക്കെ, പിന്നെ അതിനൊപ്പം തന്നെ വാട്ടർ പ്ലസ് കലോറിമീറ്റർ എവിടേക്കാണ് പോയത്? വാട്ടറും കലോറിമീറ്ററും കൂടെ. വാട്ടറും കലോറിമീറ്ററും ഇനീഷ്യലി എത്ര ടെമ്പറേച്ചറിലായിരുന്നു? 15-ലായിരുന്നു. ഇപ്പൊ എങ്ങോട്ടാ പോയത്? 80 degree. 80 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പൊ സ്റ്റീമിന് എനർജി നഷ്ടപ്പെട്ടു. ആ എനർജി വാട്ടറും കലോറിമീറ്ററും കൂടെ ഗെയിൻ ചെയ്തു. ഓക്കെ ആണോ? എനർജി ലോസ്റ്റ് ബൈ സ്റ്റീം ഈസ് ഈക്വൽ ടു എനർജി ഗെയിൻഡ് ബൈ ആരൊക്കെ പറയടാ? എനർജി ഗെയിൻഡ് ബൈ Water and Water and calorimeter. കലോറിമീറ്റർ ആൻഡ് വാട്ടർ. ഓക്കെ, അതായത് ആ 100 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന സ്റ്റീം കണ്ടൻസ് ചെയ്യുമ്പോഴും പിന്നെ 100 നിന്ന് 80-ലേക്ക് വരുമ്പോഴും റിലീസ് ചെയ്യുന്ന എനർജി ആ കലോറിമീറ്ററും പിന്നെ ആ കലോറിമീറ്റർ വെച്ചിരിക്കുന്ന വെസലിൽ ഇരിക്കുന്ന വെള്ളവും അബ്സോർബ് ചെയ്തു. മനസ്സിലായോ? ആദ്യം 100 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന സ്റ്റീം എവിടേക്ക് പോകണം? 100 ഡിഗ്രി സെൽഷ്യസിൽ എന്തായിട്ട് മാറണം? വാട്ടർ ആവണ്ടേ? പ്ലസ് 100 ഡിഗ്രിയിലെ വാട്ടർ എവിടേക്ക് പോകണം? 80 ഡിഗ്രിയിലേക്ക് പോകണ്ടേ? ഇപ്പൊ 2 പ്രാവശ്യം സ്റ്റീം എനർജി റിലീസ് ചെയ്യും. M1L എന്ന് പറഞ്ഞ എനർജിയും റിലീസ് ചെയ്യും. M1 C1 ഡെൽറ്റ T1 എന്ന് പറഞ്ഞ എനർജിയും റിലീസ് ചെയ്യും. ഇതെന്താ 2 പ്രാവശ്യം? ഈ ആദ്യത്തെ എമൗണ്ട് എപ്പോഴാണ് കിട്ടുക? കമോൺ. no change in state സമയത്ത് 100 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന സ്റ്റീം 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറായി മാറുമ്പോൾ ആദ്യം കുറച്ച് എനർജി റിലീസ് ചെയ്യും. അത് മനസ്സിലായോ? Yes, sir. അതിനുശേഷം വാട്ടറായി
വാട്ടർ ആയതിനു ശേഷം 100 ഡിഗ്രിയിലെ വാട്ടർ ഇനി എവിടേക്ക് പോകണം? 80 degree Celsius. 80. അപ്പൊ സ്റ്റീം 2 പ്രാവശ്യം എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. 100 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന സ്റ്റീം ആദ്യം 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ ആകുമ്പോൾ നല്ലൊരു എമൗണ്ട് എനർജി റിലീസ് ചെയ്യും. അതിനുശേഷം 100 ഡിഗ്രി സെൽഷ്യസിൽ ഇരിക്കുന്ന സ്റ്റീം 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നു വരുമ്പോൾ വീണ്ടും എനർജി റിലീസ് ചെയ്യും. ഈ പോയിന്റ് എല്ലാവരും ക്ലിയർ ആയോ? Yes, sir. Yes, sir. ഇനി ആ എനർജിയുടെ ഒരു പാർട്ട് M2C2 ഡെൽറ്റ T2 അത് എന്തിനു വേണ്ടി ഉപയോഗിക്കും? കലോറിമീറ്ററിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ. കലോറിമീറ്റർ എന്ന് പറഞ്ഞാൽ വെസലിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ. പ്ലസ് M3C3 ഡെൽറ്റ T2. M3C3 ഡെൽറ്റ T2 ആരുടെ ആയിരിക്കും? പറയടാ. Water. യെസ്, കലോറിമീറ്ററിന് അകത്തിരിക്കുന്ന വെള്ളത്തിന്റെ, വാട്ടറിന്റെ. സോ the energy released by steam is utilized for two purposes. A part of the energy is utilized for increasing the temperature of water and another amount is utilized for increasing the temperature of the calorimeter. See, right side രണ്ടും ഡെൽറ്റ T2 ആണ്. എന്തുകൊണ്ടാണ് അത് രണ്ടും ഡെൽറ്റ T2? ഒന്നും കാലോറിമീറ്ററും ഒന്ന് വാട്ടറും. കലോറിമീറ്ററും വാട്ടറും ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്. അപ്പൊ രണ്ടുപേരുടെയും ടെമ്പറേച്ചർ ഒരേപോലെയല്ലേ ഉയരുക? അല്ലേ? സ്റ്റീമിന്റെ എമൗണ്ട് നമുക്ക് അറിയില്ല, അത് കണ്ടുപിടിക്കണം അല്ലേ? അതല്ലേ കണ്ടുപിടിക്കണ്ടേ അല്ലേ? ഇപ്പൊ M1 അറിയില്ല, പക്ഷെ L നമുക്ക് അറിയാം. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ എത്രയാ? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ അറിയില്ലെങ്കിൽ ഓർമ്മിച്ച് വെച്ചോ, 540 ആണ്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ ഈസ് 540. സ്റ്റീം വാട്ടറായി മാറുന്ന സമയത്ത് റിലീസ് ചെയ്യുന്ന എനർജിയാണ് 540 പ്ലസ് M1 ഇൻറ്റു C1 അറിയില്ല. C1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് ആണ്. കാരണം സ്റ്റീം കൺവെർട്ട് ചെയ്ത് എന്തായി കഴിഞ്ഞു? വാട്ടറായി കഴിഞ്ഞു. അപ്പൊ ഈ C1 എന്ന് പറയുമ്പോൾ വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് ആണ് 1 ഇൻറ്റു ഡെൽറ്റ T1 എന്ന് പറയുമ്പോൾ ഓൾറെഡി 100-ലായിരുന്നു. എവിടേക്ക് പോയി? 100-ൽ നിന്ന് എവിടേക്ക് പോയി? 80-ലേക്ക് പോയി. 100 മൈനസ് 80. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ വേണമെങ്കിൽ M1 കോമൺ ആക്കാം. അപ്പൊ M1 ഇൻറ്റു 540 plus 540 plus 20 that is equal to ആ 540 മനസ്സിലായോ? അതായത് സ്റ്റീം വാട്ടറായി മാറുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് 540. പിന്നെ 1 ഇത് സ്പെസിഫിക് ആയിട്ട് 1 എടുക്കാൻ കാരണം എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റീം എന്തായി മാറിക്കഴിഞ്ഞു? വാട്ടറായിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അവിടെ 1 വരുന്നത്. ഇനി M2C2 ഉണ്ട്. M2C2 ഡെൽറ്റ T2 പ്ലസ് M3C3 ഡെൽറ്റ T2. M2 എത്ര? M2 1.1 ദ മാസ് ഓഫ് വാട്ടർ. C2 എന്ന് പറഞ്ഞാൽ എത്ര? C2 അതും വാട്ടറാ. അപ്പോൾ 1 ഡെൽറ്റ T2 അവിടെ നിൽക്കട്ടെ, നമുക്ക് അവസാനം കൊടുക്കാം. ഡെൽറ്റ T2 കോമൺ ആയിട്ട് എടുക്കാം. പ്ലസ് ഈ M3C3 എന്ന് പറയുമ്പോൾ വാട്ടർ എക്വിവാലന്റ് ഡയറക്റ്റ് തന്നിരിക്കണം 0.02. മാസിന്റെ സ്പെസിഫിക് ഹീറ്റിനെയാണ് വാട്ടർ എക്വിവാലന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 0.02 ഓൾ ഇൻറ്റു ഡെൽറ്റ T2 എന്ന് പറയുമ്പോൾ ഓൾറെഡി എത്രയിലായിരുന്നു? 80 എത്രയിലായിരുന്നു? 15 ആയിരുന്നു. 15 കൂടി എത്ര വരെ പോയി? 80 മൈനസ് 15. 1.1 into 1 1.1. 1.12 into 80 minus 15 65. By M1 is equal to 1.12 into 65 by 560. 540 plus 20 560. That's answer. ഒരു പോയിന്റ് നിങ്ങൾക്ക് അറിയാത്തത് ഞാൻ പറഞ്ഞുതരാം. ഈ കലോറിമീറ്ററിന്റെ വാട്ടർ ഇക്വിവാലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ടർ ഇക്വിവാലന്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിക്കണം. ഒരു സബ്സ്റ്റൻസിന്റെ തെർമൽ കപ്പാസിറ്റിയെ, മാസിന്റെ സ്പെസിഫിക് ഹീറ്റിനെയാണ് നമ്മൾ വാട്ടർ ഇക്വിവാലന്റ് എന്ന് പറയുന്നത്. വാട്ടർ ഇക്വിവാലന്റ് മാസിന്റെ സ്പെസിഫിക് ഹീറ്റ് ഡയറക്ട്ലി. ഇത് ആൻസർ കിട്ടിയതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം.
Sir, option A 0.13. യെസ് 0.13. ആരാ ആൻസർ പറഞ്ഞേ? Nanda. ഗുഡ് നന്ദ. Thank you, sir. നന്ദയൊക്കെ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നന്ദയ്ക്കൊക്കെ സുഖമായിട്ട് എൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇടയ്ക്കൊരു മടി പിടിക്കുന്ന, അതുകൊണ്ടാണ് പ്രശ്നം കേട്ടോ. സാർ ആ ഇതൊരിക്കൂടെ പറഞ്ഞു തരുമോ സാർ? യെസ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എല്ലാവർക്കും അറിയാമോ? വാട്ടർ 1 calories per gram degree Celsius. ഇതിനെ നമ്മൾ 4200 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതാറുണ്ട്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് എത്രയെന്ന് അറിയാമോ? 0.5 calories per gram ആണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് സ്റ്റീം എത്രയെന്ന് അറിയാമോ? 0.47 calories per gram ആണ്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് എത്രയെന്ന് അറിയാമോ? 80 calories per gram ആണ്, അല്ലെങ്കിൽ 80 into 4200 joules per kilogram ആണ്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ എത്രയെന്ന് അറിയാമോ? 540 calories per gram ആണ്, അല്ലെങ്കിൽ 80 into 540 joules per kilogram ആണ്. ഇതൊക്കെ അറിഞ്ഞാൽ ഈ പ്രോബ്ലത്തിലേക്ക് നമുക്ക് വരാൻ തന്നെ പറ്റുള്ളൂ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ചോദിച്ചാൽ 1, പക്ഷെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ ചോദിച്ചാൽ 540. സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് ചോദിച്ചാൽ 0.5, ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് ചോദിച്ചാൽ 80. ഈ വാല്യൂ എല്ലാം ബൈഹാർട്ട് ചെയ്യണം കേട്ടോ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് 1.5 calories per gram. ടെമ്പറേച്ചർ ഉയർത്താൻ കൊടുക്കുന്ന എനർജിയാണ് സ്പെസിഫിക് ഹീറ്റ്. സ്റ്റേറ്റ് കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്ന എനർജിയാണ് ലേറ്റന്റ് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് ഈസ് ദ എനർജി റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി, but latent heat is the energy required to change the state of the body. Okay. Yes, sir. സ്റ്റേറ്റ് കൺവേർഷന് വേണ്ടി ഉപയോഗിക്കുന്ന എമൗണ്ട് എപ്പോഴും വലിയ എമൗണ്ട് ആണ്. അതിനാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ ഉയർത്താൻ ഉപയോഗിക്കുന്ന എമൗണ്ട് കമ്പാരിറ്റീവ്ലി സ്മോൾ വാല്യൂ ആണ്. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്. എല്ലാം കാലോറീസ് പെർ ഗ്രാമിൽ പഠിച്ചു വെക്കുക. യൂണിറ്റുകളെല്ലാം കാലോറീസ് പെർ ഗ്രാമിൽ ബൈഹാർട്ട് ചെയ്യാം. ഓക്കെ. Yes, sir. Okay, sir. ഈ വാല്യൂ എല്ലാവരും നോട്ട് ചെയ്തോ? Yes, sir. ഫ്രാങ്കോ? സാർ ഇത് അന്നേ പറഞ്ഞതാണ്, അന്നൊരു ക്ലാസ് പറഞ്ഞു. ഇനി നമ്മൾ എന്തിലേക്ക് പോകുന്നു? ആദ്യം ഈ സ്റ്റീം ഉണ്ടല്ലോ, സ്റ്റീം, ആ സ്റ്റീം 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം എവിടേക്ക് പോകണം? ആദ്യം 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ ആവണം. എന്നിട്ട് പിന്നെയാണ് 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോകുന്നത്. കണ്ടോ, 80 ഡിഗ്രിയിലേക്ക് പോകുന്നത്. ഇപ്പൊ സ്റ്റീം വിൽ റിലീസ് എനർജി ഇൻ 2 സീക്വൻസ് റിയാക്ഷൻസ്. ലൈക്ക് ഫസ്റ്റ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ ആകുമ്പോൾ M1 അല്ല എമൗണ്ട് റിലീസ് ചെയ്യും. അത് ക്ലിയർ ആയോ? Yes, sir. Plus it again releases M1 C1 delta T1 while the temperature changes from 100 degree to 80 degree. Adu clear ayo? Yes, sir. So in the left hand side M1, you can keep it common, M1 L plus C1 delta T1 is equal to, this energy is utilized for 2 purposes. What are they? A part of energy is utilized for increasing the temperature of air. Water. M2 is the mass of water. C2 is the specific heat of water. Delta T2 is the change in temperature of water. And again, second part is M3 C3 delta T2. What is M3 C3 delta T2? It is the amount of energy required to increase the temperature of that calorimeter. Water ഉണ്ട്, calorimeter ഉണ്ട്. സാധാരണ നമ്മൾ കാലോറിമീറ്റർ എടുക്കാറില്ല. ഈ പ്രോബ്ലത്തിൽ കാലോറിമീറ്ററിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് അതുകൂടെ എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കോമൺ ആയി M2 C2 പ്ലസ് M3 C3 ഓൾ ഇൻറ്റു ഡെൽറ്റ T2 എന്ന് എഴുതാം. എന്തുകൊണ്ട്? വൈ ഡെൽറ്റ T2 ഈസ് കോമൺ? വെള്ളവും കാലോറിമീറ്ററും 15 ഡിഗ്രി സെൽഷ്യസിന് എവിടേക്കാണ് പോയത്? 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോയതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഫ്രാങ്കോ ക്ലിയർ ആണോ? Yes, sir.
ഇനി M1 നമുക്ക് കണ്ടുപിടിക്കണം, അറിയില്ല. M1 ഇൻറ്റു ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ 540 calories per gram പ്ലസ് C1 എന്ന് പറയുമ്പോൾ ഈ സ്റ്റീം എന്തായിട്ട് മാറി? വാട്ടറായി. ഇനി വാട്ടറിന്റെ ടെമ്പറേച്ചർ അല്ലേ 180ലേക്ക് പോണത്. അതുകൊണ്ട് ഇവിടെ ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ 1 ലേറ്റന്റ് ഹീറ്റ് അല്ല, സ്പെസിഫിക് ഹീറ്റ് 1 കൊടുക്കാവൂ. സ്റ്റീമിന്റെ സ്പെസിഫിക് ഹീറ്റ് അല്ല കൊടുക്കേണ്ടത്. സ്റ്റീം വാട്ടറായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തേ കൊടുക്കേണ്ട കാര്യമുള്ളൂ? വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റാണ് കൊടുക്കേണ്ടത്. ഡെൽറ്റ D1 എന്ന് പറയുമ്പോൾ 100 80ലേക്ക് പോയി. 100 - 80 20. ഈ സ്റ്റെപ്പ് ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. അതിൽ M2 C2 എന്ന് പറയുമ്പോൾ 1.1. അപ്പോൾ 1.1 ഇൻറ്റു മറ്റത് കാലോറീസ് പെർ ഗ്രാമിൽ ഇട്ടാൽ മതി. കാലോറീസ് പെർ ഗ്രാം എന്ന് പറഞ്ഞ കാലോറീസ് പെർ ഗ്രാം 1 അല്ലേ വരെ വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ് പ്ലസ് ഈ M3C3 ഡയറക്റ്റ് തന്നിരിക്കുക. M3C3 എന്ന് പറയുമ്പോൾ വാട്ടർ ഇക്വാലന്റിനെയാണ്, ഈ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റിനെയാണ് നമ്മൾ വാട്ടർ ഇക്വാലന്റ് എന്ന് പറയുന്നത്. വാട്ടർ ഇക്വാലന്റ് 0.02 ഓൾ ഇൻറ്റു ഇവരുടെ രണ്ടുപേരുടെയും ടെമ്പറേച്ചർ ഡെൽറ്റ T2 എന്ന് പറയുമ്പോൾ ഇവൻ എവിടുന്ന് എവിടേക്കാണ് പോയിട്ടുള്ളത്? 15ൽ നിന്നും 80ലേക്കാണ് പോയത്. അപ്പം നമുക്ക് ഈ 15 80ലേക്ക് പോകുമ്പോൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 80 - 15 എഴുതി കൂടെ? ഓക്കെ. Yes, sir. സോ ടീച്ചർമാരൊക്കെ ഇപ്പൊ M1 ഇൻറ്റു 540 പ്ലസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.12 ഇൻറ്റു 65. ഇപ്പൊ M1 ഈസ് ഈക്വൽ ടു 1.12 ഇൻറ്റു 65 ബൈ 560 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.13 ഗ്രാം. ഗ്രാം അല്ല, കിലോഗ്രാം. കാരണം ഇതൊക്കെ നമ്മൾ ഈ 1.1 കിലോഗ്രാം ഇത് എല്ലാം കിലോഗ്രാമിൽ, മാസ് എല്ലാം കിലോഗ്രാമിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഫൈനൽ ആൻസറും കിലോഗ്രാമിലായിരിക്കും. സ്പെസിഫിക് ഹീറ്റും ലേറ്റന്റ് ഹീറ്റും എല്ലാം കാലോറീസ് പെർ ഗ്രാമിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് പ്രോബ്ലം ഇല്ല. ഫൈനൽ ആൻസർ മാസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഫ്രാങ്കോ ഡൗട്ടുള്ള പോയിന്റ് പറഞ്ഞു. ഏത് പോയിന്റിലാണ് ഡൗട്ട് വരുന്നത്? ഇല്ല സാർ, ഒന്ന് ക്ലിയർ ആയി. കുറച്ച് സമയം എടുക്കും പ്രോബ്ലം ചെയ്യാൻ. കാരണം അത് രണ്ട് കാര്യങ്ങളാണ്. അതായത് സ്റ്റീം 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് കൺവേർട്ടഡ് ഇൻറ്റു 100 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ. Then it again converted into 100 degree Celsius water into 80 degree Celsius water. This entire energy is utilized for two purposes. A part of energy is utilized for increasing the temperature of the calorimeter, and the second part is utilized for increasing the temperature of the water within it. Okay? എല്ലാവർക്കും ക്ലിയർ ആയോ? Yes, sir. ക്ലിയർ ആയവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത. ഈ പ്രോബ്ലം ക്ലിയർ ആയവരൊക്കെ JEE മെയിൻസിനും JEE അഡ്വാൻസിനും ഒക്കെ ചോദിച്ച ക്വസ്റ്റൻ ആണ് നേരത്തെ. നന്ദ ഓക്കെ, വൈഷ്ണവി ഓക്കെ, അനന്തു ഓക്കെ, വൈഷ്ണവ് ഓക്കെ, ആസാദ് ഓക്കെ, അക്ഷത ഓക്കെ, ദീക്ഷിത് ഓക്കെ, നവനീത് ഓക്കെ, എൽട്ടൺ പ്രീജോ ഓക്കെ, ശിവബാല ഓക്കെ, അസ മെഹർ ഓക്കെ, അനുഷ്ക ഓക്കെ, ആദിത്യ കൃഷ്ണ ഓക്കെ, ഓക്കെ ഓക്കെ. പരീക്ഷിത് ഇവിടെ അല്ലേ ഇന്ന്? പരീക്ഷിത് ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. നിങ്ങൾ ഉറങ്ങിയോന്നില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ കൈവക്കാൻ പറഞ്ഞാണ് കേട്ടോ. ഉറങ്ങാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ദാറ്റ്സ് ഗ്രേറ്റ്. അടുത്ത പ്രോബ്ലം, ദ വാരിയേഷൻ ഓഫ്, ഇതൊരു നമ്മുടെ ഇതിന് ചോദിക്കാൻ ഒക്കെ ചാൻസ് ഉള്ള ടൈപ്പാണ്. NDA ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റൻ ആണ്. തൊട്ട് മുന്നത്തെ ക്വസ്റ്റൻ NDA ചോദിക്കാൻ ചാൻസ് കുറവാണ്. കാരണം ആ ടൈപ്പ് ക്വസ്റ്റൻ സാധാരണ യൂഷ്വലി JEE മെയിൻസിനൊക്കെയാണ് ചോദിക്കുക. ഈ പ്രോബ്ലം പറഞ്ഞോ. The variation of temperature of material as heat is given constant rate shown in figure. The material is in solid state at O. The state of the material at P. ഈ P എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിരിക്കും മെറ്റീരിയലിന്റെ അവസ്ഥ എന്ന്? എന്തായിരിക്കും? കമോൺ. ഓപ്ഷൻ ഡി ആണോ സാർ? ഓപ്ഷൻ ഡി, പാർഷ്യലി സോളിഡ് പാർഷ്യലി ലിക്വിഡ്. കറക്റ്റ്. സോളിഡ് ആദ്യം ടെമ്പറേച്ചർ റൈസ് ചെയ്ത്
കൂടി വരും. ദെൻ സ്റ്റേറ്റ് കൺവേർഷൻ, സോളിഡ് ലിക്വിഡ് ആവും, ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഉയർത്തും, ദെൻ വീണ്ടും സ്റ്റേറ്റ് കൺവേർഷൻ, ദെൻ വീണ്ടും സ്റ്റീമായി തിരിച്ച് സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ഉയർത്തി വരും. കറക്റ്റ്. ഹംദാൻ, Yes, sir. ഞാൻ ഇവിടെയാണ് ഒരു പോയിന്റ് മാർക്ക് ചെയ്തതെങ്കിൽ ആ പോയിന്റിൽ ആ സബ്സ്റ്റൻസ് എന്ത് സ്റ്റേറ്റിലാ? Liquid. എടാ സോളിഡ് ആയിരുന്നില്ലേ ആദ്യം? Sorry. Solid. ഇനി ആ സോളിഡിന്റെ ടെമ്പറേച്ചർ ഉയർത്തി ഇവിടെ എത്തി. പി എന്ന് പറയുന്ന പോയിന്റിലാണെങ്കിൽ എന്ത് സ്റ്റേറ്റിലായിരിക്കും? Partially solid, partially liquid. ഞാൻ ഇതാ ഇവിടെ 3 എന്ന് പറഞ്ഞൊരു പോയിന്റ് മാർക്ക് ചെയ്താൽ ഇത് 2, ഇത് 1. 3 എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് സ്റ്റേറ്റിലായിരിക്കും? 3 എന്ന് പറയുന്ന പോയിന്റിൽ ആ സബ്സ്റ്റൻസ് എന്ത് സ്റ്റേറ്റിലായിരിക്കും? Liquid. വെരി ഗുഡ്, ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. പോയി ഞാൻ 4 എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ എന്ത് സ്റ്റേറ്റിലായിരിക്കും? Partially vapor and partially liquid. വെരി ഗുഡ്, ലിക്വിഡും പ്ലസ് ഗ്യാസും വേപ്പറും അല്ലേ? Yes. 5 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് മാർക്ക് ചെയ്തതെങ്കിലോ? Full vapor. കമോൺ, Vapor. വേപ്പർ. 5 എന്ന് പറയുന്ന പോയിന്റ് വേപ്പർ ആണ് കേട്ടോ. 5 എന്ന് പറയുന്ന പോയിന്റ് വേപ്പർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യം സോളിഡ് ആയിരുന്നു. ഈ പോർഷൻ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ മാറാത്ത പോർഷനാണ്. ടെമ്പറേച്ചർ മാറാതിരിക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റ് കൺവേർഷൻ നടക്കുകയാണ്. സ്റ്റേറ്റ് കൺവേർഷൻ നടക്കുന്ന സമയത്ത് സോളിഡും ലിക്വിഡും തമ്മിലുള്ള ഇക്വിലിബ്രിയം വരും. പിന്നെ എന്തായി? ലിക്വിഡായി മാറി. അതാണ് ഈ ലൈൻ. പിന്നെ ലിക്വിഡും വേപ്പറും കൂടെ വന്നു, പിന്നെ വേപ്പറായി. എല്ലാവർക്കും ക്ലിയർ ആയോ? Yes, sir. യെസ്. Then a closed bottle containing water at 30 degrees Celsius is carried into moon in a spaceship. If it is placed on the surface on moon, what will happen to the water as soon as the lid is opened? Come on, answer here. Elton Pejo. Elton. ഉണ്ടല്ല. പരീക്ഷേത് എന്തോ നടത്? സർ ആ, ഓപ്ഷൻ എ ആണോ? അല്ല. കാരണം മൂണിൽ പോയാലേ മൂണില് അവിടെ എന്തില്ല? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവല്ലേ? അല്ലേ? എപ്പോഴാ ബോയിൽ ചെയ്യുന്നത്? എപ്പോഴാ? വേപ്പർ പ്രഷർ ഈക്വൽ ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരുമ്പോഴല്ലേ? വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വരുമ്പോഴല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മൂണില് എന്ത് കുറവാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ വളരെ കുറവല്ലേ? അപ്പൊ when you open the lid, immediately the vapor pressure of the substance becomes equal to the atmospheric pressure. So that what happens? Water will boil. Very good. Water will boil. Answer B ആണ്. Water will boil. സർ ഒന്നുകൂടി പറഞ്ഞുതരൂ. അതായത് നമുക്ക് നമ്മുടെ എർത്തിന്റെ സർഫസിൽ 100 ഡിഗ്രി സെൽഷ്യസ് എത്തിയാലല്ലേ വെള്ളം ബോയിൽ ആവുള്ളൂ? യെസ് സർ. 100 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പർ പ്രഷറും സറൗണ്ടിങ്സിലെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും ഈക്വൽ ആവുമ്പോഴാണ് വാട്ടർ ബോയിൽ ആവുന്നത്. ഓക്കെ സർ. പക്ഷെ നമ്മൾ മൂണിൽ പോയാൽ അവിടെ എന്തില്ല? അറ്റ്മോസ്ഫിയറിക് പ്രഷർ വളരെ കുറവല്ലേ? അപ്പൊ ചെറുതായിട്ട് ചൂടാക്കി വരുമ്പോഴൊക്കെ എന്ത് സംഭവിക്കും? വളരെ ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ വേപ്പർ പ്രഷർ ആരോട് ഈക്വൽ ആവും? അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആവും. അതുകൊണ്ടാണ് പെട്ടെന്ന് ബോയിൽ ആവും എന്ന് പറയുന്നത്. ഓക്കെ. ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിലേറ്റീവ് വേർഡ്. ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എത്താന്നതല്ല. അതാ നമ്മുടെ ഇവിടെ അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. പ്ലേസ് ടു പ്ലേസ് ഇറ്റ് വിൽ ചേഞ്ച്.
ബോയിലിംഗ് ഡിപ്പെൻഡ്സ് ഓൺ സറൗണ്ടിങ്സ് പ്രഷർ. ഓക്കെ. ആ നമ്മൾ ഈ വെള്ളം വാക്യത്തിൽ കൊണ്ടുവച്ചാലോ? വേക്കത്തിലാണ് വളരെ പെട്ടെന്ന് ബോയിലാവും ഓക്കെ സാർ. കേട്ടോ. പ്രഷർ കുക്കറിനകത്ത് വാട്ടർ ബോയിൽ ആവുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ്, കുറച്ചുകൂടെ വലിയ ടെമ്പറേച്ചറിലാണ്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ എന്ത് കൂട്ടുക നമ്മൾ? പ്രഷർ കൂട്ടുന്നു. പ്രഷർ കൂട്ടും. പ്രഷർ കൂട്ടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. പ്രഷർ കുറച്ചാൽ ബോയിലിംഗ് പോയിന്റ് കുറയും കേട്ടോ. വാക്വത്തിലാണെങ്കിൽ തുറന്ന ഉടനെ ബോയിലിംഗ്. ഓക്കെ. ഓക്കെ സാർ. അടുത്ത ക്വസ്റ്റ്യൻ. അക്ഷത അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. അക്ഷത. അക്ഷത. In pressure cooker, yes sir. In pressure cooker, the cooking is fast because In pressure cooker the cooking is fast because, come on. ഓപ്ഷൻ എ ആണ്. Boiling point of water is raised by increased pressure inside the cooker. Correct. A ആണ് ആൻസർ. ആരാ ആൻസർ പറഞ്ഞേ? അപ്സര. അപ്സരയാണ് പറഞ്ഞത്. കറക്റ്റാണ്. അതായത് നമ്മളൊരു ഓപ്പൺ വെസലിലാണ് ഫുഡ് കുക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് സപ്പോസ് ഏതെങ്കിലും മെറ്റീരിയൽ റൈസ് ആണെന്ന് വിചാരിച്ചാൽ റൈസ്, അതിൻ്റെ കൂടെ വാട്ടർ ഉണ്ട്. When you supply energy, a part of energy is absorbed by the materials inside and another part is utilized by water or liquid. Combined ആയിട്ട് ടെമ്പറേച്ചർ ഉയർന്നു വരും. When 100 degrees Celsius റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ചോദിച്ചാൽ, the energy supplied by you is utilized for state conversion. പിന്നെ നമ്മൾ കൊടുക്കുന്ന എനർജി മുഴുവൻ വാട്ടർ വേപ്പർ ആവാൻ ഉപയോഗിക്കും. അപ്പോൾ അതിനകത്ത് കിടക്കുന്ന മെറ്റീരിയൽസിന് അത്രത്തോളം എനർജി എടുക്കാൻ പറ്റില്ല. കാരണം മേജർ എനർജി എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യും? സ്റ്റേറ്റ് കൺവേർഷൻ യൂസ് ചെയ്യും. അപ്പം നമ്മൾ ഈ മുകൾ ഭാഗം ക്ലോസ് ചെയ്തു പ്രഷർ കുക്കർ പോലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംഭവിക്കും? ചൂടാക്കും തോറും എന്ത് സംഭവിക്കും? പ്രഷർ അപ്ലൈ ചെയ്തിരിക്കാം. പ്രഷർ കൂടും. ലിക്വിഡിൻ്റെ പ്രഷർ കൂടുന്ന കാരണം അവൻ 100 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യില്ല. വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യില്ല. പകരം 100-നേക്കാൾ ഉയർന്ന ടെമ്പറേച്ചറിലാണ് പോയി ബോയിൽ ചെയ്യുക. അപ്പോൾ അത്രയും സമയം കൂടെ അതിനകത്തിരിക്കുന്ന മെറ്റീരിയൽസിന് എനർജി കിട്ടും. എനർജി കിട്ടുന്ന കാരണം അവർ പെട്ടെന്ന് ബോയിൽ ആവാനുള്ള ചാൻസ് കൂടും. വാട്ടർ ബോയിൽ ആവാനുള്ള ചാൻസ് അല്ല കൂടെ, അതിനകത്തിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് ബോയിൽ ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ രണ്ടുപേരും ഒരേ സമയത്ത് ബോയിലാവും. അപ്പം അതുകൊണ്ട് പ്രഷർ കുക്കറിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഉയരുന്നത് കൊണ്ടാണ് അതിനകത്ത് നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച സാധനം എന്താണോ അയാൾ പെട്ടെന്ന് എന്ത് ചെയ്യപ്പെടുന്നത്? കുക്ക് ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത എല്ലാവരും ഒരു ടിപ്പിക്കൽ NDA ക്വസ്റ്റ്യൻ, നാഷണൽ ഡിഫൻസ് അക്കാഡമിക്കൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അനുഷ്ക വായിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. അനുഷ്ക പോയി. അനന്തു കൃഷ്ണ വായിച്ചോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനന്തു കൃഷ്ണ. A stationary object at 40 degrees Celsius and weighing 3.5 kilograms falls from a height of 2000 meters on a stand at 0 degrees Celsius. If the temperature of the object just before hitting the snow is 0 degrees Celsius and the object comes to rest immediately, then the object will melt. G equal to 10 meters per second square. Latent heat of ice is equal to 2.5 meters to 5 joule per kilogram. ഒരു ഹൈറ്റിൽ നിന്ന് ഒരു ഓബ്ജക്റ്റ് താഴേക്ക് ചാടി അല്ലേ? ഒരു ഓബ്ജക്റ്റ് ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് ചാടി. എവിടേക്ക് താഴേക്ക് ചാടി? താഴെ വന്ന് ചാടി. ഐസിൻ്റെ മുകളിലേക്കാണ് വന്ന് വീണത്. അങ്ങനെ ഐസ് കുറച്ച് മെൽട്ടായി അല്ലേ? ഇയാൾ എത്ര ഹൈറ്റിലായിരിക്കണം? H ഹൈറ്റിലായതുകൊണ്ട് അവന് നഷ്ടപ്പെട്ട എനർജി എന്ന് പറയുമ്പോൾ mgh അല്ലേ?
Yes, sir. അതിലെ കുറച്ച് എനർജി ഐസിനെ മെൽറ്റ് ചെയ്യാൻ ഉപയോഗിച്ചു. എം ഡാഷ് എൽ. എം എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന്റെ മാസാണ്. എം ഡാഷ് എന്ന് പറയുമ്പോൾ മെൽറ്റ് ചെയ്തിട്ടുള്ള ഐസിന്റെ മാസാണ്. ഓക്കെ ഓക്കെ ആണോ? Okay, Yes, sir. sir. ആ എത്ര കിലോഗ്രാം ഐസ് ഉണ്ട്? 3.5 അല്ല, എത്ര കിലോഗ്രാം വെയിറ്റ് ഉണ്ട്? 3.5 ഇൻറ്റു ജിയുടെ വാല്യൂ 9.8, അപ്രോക്സിമേറ്റ്ലി നമുക്ക് 10 കൊടുക്കാം. എച്ച് എന്ന് പറയുമ്പോൾ എത്ര ഹൈറ്റ് എന്നാണ് വീണത്? 2000 മീറ്റർ എന്നാണ് വീണത്. അപ്പോൾ 2000 കൊടുക്കാം. എത്ര ഗ്രാം മെൽട്ടായി എന്നറിയില്ല, എം ഡാഷിന് കൊടുത്തു. ലേറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷന്റെ വാല്യൂ 80 ഇൻറ്റു 4200. അത് കലോറീസ് പെർ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യണം. അതാണ് ഈ കിടക്കണ സാധനം. ഇത് രണ്ടും സെയിമാ. ഇത് തന്നെയാണ് ഇത് കേട്ടോ. കാലോറീസിലാണെങ്കിൽ 80 കാലോറീസ് പെർ ഗ്രാം, ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 80 ഇൻറ്റു 4200 ജൂൾ പെർ കിലോഗ്രാം. അതാണ് ഈ 3.5 ഇൻറ്റു 10⁵. ഓക്കെ. Yes, sir. അപ്പോൾ 3.5 ഇൻറ്റു 10 35 ഇൻറ്റു 2000 7,000 അല്ലേ? അല്ല, 70,000 അല്ലേ? 70,000 is equal to m dash into 80 into 4,200. So m dash is equal to 70,000 by 80 into 4,200. 2 0 പോയി, 1 0 പോയി. So that is equal to 70 divided by 8 into 42. ഓപ്ഷൻ സി ആണോ? സി ആണ് അല്ലേ? 0.2 ആണ് കിട്ടണം അല്ലേ? യെസ് സർ. ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 200 ഗ്രാം ഓഫ് ഐസ്. 200 ഗ്രാം ഓഫ് ഐസ്. ഇപ്പോൾ സിമ്പിളായ ഒരു ക്വസ്റ്റൻ ആണ്. ഒരു എം മാസുള്ള ഒരു ഓബ്ജക്റ്റ് 2000 മീറ്റർ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീണു. താഴേക്ക് വന്ന് വീഴുമ്പോൾ അവൻ്റെ കയ്യിലുള്ള എനർജി കൈനറ്റിക് എനർജിയാണ്. ആ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ അവിടെ MgH യൂസ് ചെയ്തത്. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് ഐസിനെ മെൽറ്റ് ആക്കുന്നത്. മെൽറ്റായ ഐസിന്റെ മാസ് നമ്മൾ എം ഡാഷിന് എടുത്തു. എൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് ആണ്. അവിടെ 80 കലോറീസ് പെർ ഗ്രാം എന്ന് കൊടുക്കരുത്. കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഉപയോഗിച്ച യൂണിറ്റുകളെല്ലാം SI യൂണിറ്റുകളായതുകൊണ്ട് റൈറ്റ് സൈഡിൽ യൂസ് ചെയ്യുന്ന യൂണിറ്റും എന്തായിരിക്കണം? SI യൂണിറ്റ് ആയിരിക്കണം. ഓക്കെ ആണോ? Yes, sir. എല്ലാവർക്കും കിട്ടിയോ? യെസ് സർ. Yes, sir. ഓക്കെ. Okay, Yes, sir. sir. അടുത്ത ക്വസ്റ്റ്യൻ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഇത് പാർട്ട്. പഠിച്ചിട്ടുണ്ടോ? തെർമൽ കണ്ടക്ടിവിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? No, sir. ഒരു സിലിണ്ടർ ആ സിലിണ്ടറിന്റെ റേഡിയസ് 6 ആണ്. തെർമൽ കണ്ടക്ടിവിറ്റി K1 ആണ്. ഇതിനെ ചുറ്റിയിട്ട് വേറൊരു മെറ്റീരിയൽ ഉണ്ട്. ഇതിൻ്റെ റേഡിയസ് 2R ആണ്. ഇതിൻ്റെ സബ്സ്റ്റൻസിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി K2 ആണ്. 2Rഉം K2, മറ്റവൻ്റെ Rഉം K1. ഇനി ഇവിടെ നിന്ന് ഹീറ്റ് എനർജി വന്നു. 2 ലോഡ് കൂടെ കടന്നുപോയി. H ഈസ് ഈക്വൽ ഓർമ്മിച്ച് വെച്ച H1 + H2. അതിൽ H1 എന്ന് പറയുമ്പോൾ ആ ബ്ലൂ കളർ സബ്സ്റ്റൻസിലൂടെ പോയതും H2 എന്ന് പറയുമ്പോൾ റെഡ് കളർ സബ്സ്റ്റൻസിലൂടെ പോയതുമാണ്. H is equal to H1 + H2.
ഇത് കുറെ എനർജി ആ ബ്ലൂ കളർ സബ്സ്റ്റൻസിലൂടെയും ബാക്കിയുള്ള എനർജി റെഡ് കളറിലൂടെയും പോണ കാരണം ഇത് എന്ത് കണക്ഷനാ? സീരീസ് കണക്ഷൻ ആണോ പാരലൽ കണക്ഷൻ ആണോ? കമോൺ, എന്ത് കണക്ഷനാ? പാരലൽ കണക്ഷനാ. പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ 1/RP = 1/R1 + 1/R2 എന്ന് പറയും. ഇതിൽ R എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അറിയില്ല, അതിനെ പറയുന്ന പേര് തെർമൽ റെസിസ്റ്റൻസ് എന്നാണ് പറയുക. തെർമൽ റെസിസ്റ്റൻസ്. തെർമൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഓക്കെ സാർ. ഇനി 6 കാണാൻ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അറിയില്ല. ΔT ഡിവൈഡർ ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബൈ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ, H ആണ്. R = ΔT ഡിവൈഡർ ബൈ H. അപ്പോൾ R = ΔT ഡിവൈഡർ ബൈ H കാണാൻ ലൊക്കേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. KA ΔT ഡിവൈഡർ ബൈ L എന്നാണ്. KA ΔT ഡിവൈഡർ ബൈ L. H എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ, H എന്ന് പറയുമ്പോൾ എനർജി ഫ്ലോയിങ് ഇൻ യൂണിറ്റ് ടൈം. KA ΔT ബൈ L × T/T. T കട്ടായിട്ടാണ് നമുക്ക് KA ΔT ഡിവൈഡർ ബൈ L എന്ന് വരുന്നത്. K എന്ന് പറയുമ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റിയാണ്. ΔT ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് L/KA എന്ന് വരും. L/KA. തെർമൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് L/KA. പഠിച്ചിട്ടുണ്ടോ? യെസ് സാർ. L എന്ന് പറയുമ്പോൾ കണ്ടക്ടറിന്റെ ലെങ്ത് ആണ്. K എന്ന് പറയുമ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. A എന്ന് പറയുമ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ. ഇപ്പൊ ഇവിടെ നമുക്ക് 1/R പാരലൽ 1/L/KA = 1/ എന്ത് കിട്ടും? K1A1 ഡിവൈഡർ ബൈ L പ്ലസ് 1/K2A2 ഡിവൈഡർ ബൈ L എന്ന് വരും. അപ്പോൾ K × A = എല്ലാം കട്ടായി പോകും. K1A1 പ്ലസ് K2A2 എന്ന് വരും. ഇപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി, എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി കാണാൻ ലൊക്കേഷൻ K1A1 പ്ലസ് K2A2 ഡിവൈഡർ ബൈ A എന്ന് വരും. എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തിയറിയിൽ പഠിപ്പിക്കുന്ന ഇക്വേഷനാണ് K1A1 പ്ലസ് K2A2 ഡിവൈഡർ ബൈ A. K1A1 പ്ലസ് K2A2 ഡിവൈഡർ ബൈ A. ഓക്കെ ആണോ? ഇനി ബാക്കി പ്രോബ്ലം ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഈ പ്രോബ്ലത്തിൽ എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി = K1A1 പ്ലസ് K2A2 ഓൾ ഡിവൈഡർ ബൈ എഫക്റ്റീവ് ഏരിയ എന്ന് പറയുമ്പോൾ A1 പ്ലസ് A2 ആണ്. ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. K1A1 പ്ലസ് K2A2 ഡിവൈഡർ ബൈ A1 പ്ലസ് A2. തെർമൽ റെസിസ്റ്റൻസ് 6 കാണാൻ ലൊക്കേഷൻ മറന്നു പോകേണ്ട. L ഡിവൈഡർ ബൈ KA അല്ലെങ്കിൽ R = ΔT ഡിവൈഡർ ബൈ H. H എന്ന് പറയുമ്പോൾ KA ΔT ഡിവൈഡർ ബൈ L. ഈ പ്രോബ്ലത്തിൽ A1ന്റെ വാല്യൂ ഉൾഭാഗത്തുള്ള ആളുടെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ എൻ്റെ റേഡിയസ് അതായത് R ആയതുകൊണ്ട് πr². രണ്ടാമത്തത് A2ന്റെ ഏരിയ എന്ന് പറയുമ്പോൾ π × 2r² മൈനസ് πr² എടുക്കണം. എന്തുകൊണ്ടാണ് π × 2r² മൈനസ് πr²? ചെറിയ സിലിണ്ടർ ഓക്യുപ്പൈഡ്. ചെറിയ സിലിണ്ടറിനെ ഒഴിവാക്കണം. വെരി ഗുഡ്. അതാ ഈ സിലിണ്ടറിനെ ഒഴിവാക്കണം. നമുക്ക് ആ റെഡ് കളറിലായുള്ള സിലിണ്ടറിനെ മാത്രമേ എടുക്കേണ്ട കാര്യമുള്ളൂ. ഇതിന് മാത്രമേ വേണ്ടുള്ളൂ. അപ്പൊ അതിന്റെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ π × 2r² πr² മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് = 3πr² എന്ന് വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തെർമൽ കണ്ടക്ടിവിറ്റി കാണണം. K = K1 × A1ന്റെ വാല്യൂ πr² പ്ലസ് K2 × അതിന്റെ ഏരിയ 3πr² ബൈ ആകളുടെ ഏരിയ എന്ന് പറയുമ്പോൾ ബ്ലൂ കളറിന്റെ ഏരിയ πr²ഉം മറ്റവന്റെ 3πr². πr² കട്ടായി. ബാക്കി എന്ത് വരും? K1 പ്ലസ് 3K2 ഡിവൈഡർ ബൈ 1 + 3 4. ആൻസർ D.
അപ്പൊ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സിലിണ്ടറിന്റെ മുകളിൽ വേറൊരു ലെയർ ചുറ്റിയത് കാരണം ഇറ്റ് ഈസ് ഇക്വിവാലന്റ് ടു പാരലൽ കണക്ഷൻ. അതൊരു പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷൻ ആകുമ്പോൾ എഫക്റ്റീവ് തെർമൽ കണ്ടക്ടിവിറ്റി കാണാനുള്ള ഇക്വേഷൻ ആണ് K1A1 + K2A2 ഡിവൈഡഡ് ബൈ A1 + A2. ഇത് എങ്ങനെ കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇവിടെ ഈ ഇക്വേഷനിൽ കൊടുത്ത് ചെയ്യുന്നതാണ്. K1A1 + K2A2 ഡിവൈഡഡ് ബൈ A1 + A2. ശ്രദ്ധിക്കേണ്ട കാര്യം, A1ന്റെ വാല്യൂ ഡയറക്ട്ലി ഗിവൺ πr², A2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. π × 2r² - πr², 3πr² ആണ്. സാർ യെസ്, ഓപ്ഷൻ ബി അല്ലേ സാർ? A1 + 3K2/4 കറക്റ്റ്. ബി ആണ് കേട്ടോ. ബി ആണ് ആൻസർ കേട്ടോ. K1 + ഞാൻ എഴുതി തന്നെയല്ലേ, K1 + 3K2/4. ഇത് തന്നെയാണ് കേട്ടോ, ഇതാണ് കറക്റ്റ്. K1 + 3K2/4. ഇത് JEE മെയിൻസിന് നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പൊ റോഡുകളെ നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും? പാരലലും ഇങ്ങനെ കൊടുക്കാം. ഇത് സീരീസ് കണക്ഷനാണ്. ഇവിടുന്ന് വരുന്ന എനർജി ഇങ്ങനെ കടന്നു പോകും. പിന്നെ റോഡുകളെ നമുക്ക് പാരലായിട്ട് കൊടുക്കാം. പാരലൽ ഇങ്ങനെയും കൊടുക്കാം. ഇവിടെ R സീരീസ് ഈസികൾ നമ്മൾ റെസിസ്റ്റൻസ് പഠിച്ച പോലെ R1 + R2 എന്ന് വരും. ഇവിടെ R പാരലൽ ഈസികൾ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 + R2 എന്ന് വരും. R കാണാൻ ലൊക്കേഷൻ എല്ലാവരും ഓർമ്മിച്ച് വെച്ചോ, L/Ka എന്നാണ്. L/Ka. വേറെ L എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, K എന്ന് പറയുമ്പോൾ കോയിഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി, A എന്ന് പറയുമ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ, നോട്ട് ദ എൻറ്റയർ ഏരിയ. A എന്ന് പറയുമ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ മാത്രമാണ്. ഓക്കെ. അപ്പൊ നാളെയും ക്ലാസ് ഉണ്ടായിരിക്കും. നാളെ നമുക്ക് വേറെ ഏതെങ്കിലും സബ്ജക്ട് ഇടാം. കുറെ കാലമായില്ലേ ഫിസിക്സ് എടുക്കുന്നു, മാറ്റി ഇടാം കേട്ടോ. ഏതെങ്കിലും ടോപ്പിക്ക് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ സജസ്റ്റ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്ക് നമ്മൾ എടുത്തു തരാം കേട്ടോ. പ്രോബ്ലംസ് ആ ഒരു പാർട്ടെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ അതും ചെയ്തു തരാം. ഇപ്പോൾ തെർമൽ പോർഷൻ, അതായത് ഈ തെർമൽ കണ്ടക്ടിവിറ്റിയും അതുപോലെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, സ്റ്റീഫാൻസ് ലോ, അതിനൊക്കെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ എടുത്തു തരാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാ കുട്ടികൾക്കും ഹാപ്പി ഓണം, ഹാപ്പി തിരുവോണം. ദെൻ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. ഇതുവരെ പഠിപ്പിച്ച ടീച്ചർമാരെയൊക്കെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്കൊരു മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാം. കാരണം ഞങ്ങൾക്കും വേണ്ട ഊർജം, ഞങ്ങൾക്കും വേണ്ട എനർജി. അപ്പോൾ ടീച്ചേഴ്സ് ഡേ ഞങ്ങളുടെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു ഓൾ. താങ്ക് യു സർ. ഹാപ്പി സ്കൂളിലെ ടീച്ചർമാരൊക്കെ വിളിച്ചു, രാവിലെ വിളിച്ചു. PSK സാർ പറഞ്ഞാ വിളിച്ചെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ സർ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. താങ്ക് യു. Happy Teachers Day, sir. Yes, sir. Teachers Day, sir. പറഞ്ഞോ, ഉറക്കെ പറ. സിസ്റ്റം ഹീറ്റ് ഫ്ലോ അല്ല സ്റ്റഡി സ്റ്റേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്? ഹീറ്റ് ഫ്ലോ ഇല്ലാന്ന്. സ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് ഫ്ലോ ഇല്ലാന്നല്ല, അബ്സോർപ്ഷൻ ഇല്ലാത്ത. അതായത് ഒരു സബ്സ്റ്റൻസിലൂടെ എനർജി കടന്നു പോകുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യാത്ത സ്റ്റേറ്റിനെ പറയുന്ന പേരാ സ്റ്റഡി സ്റ്റേറ്റ്. ആദ്യം നമ്മൾ എനർജി കൊടുക്കുമ്പോഴേ ഒരു സബ്സ്റ്റൻസിലേക്ക്, ഇപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഒരു റോഡുണ്ട്, ഈ റോഡിലോട്ട് എനർജി കൊടുക്കുമ്പോൾ കുറേ എനർജി എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. കുറേ എനർജി കടത്തിവിടും. കുറേ എനർജി റേഡിയേറ്റ് ചെയ്ത് പോകും. അങ്ങനെ പോയി ഒരു സ്റ്റേജ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന എനർജി അപ്പുറത്തേക്ക് കംപ്ലീറ്റ്ലി വരാൻ തുടങ്ങും. അതായത് അബ്സോർപ്ഷൻ അങ്ങ് സ്റ്റോപ്പ് ആവും. അത് മതിയായിട്ടൊന്നുമല്ല, ഇറ്റ്സ് എ പർട്ടിക്കുലർ സ്റ്റേറ്റ്. ഇനിയും മേടിക്കാനൊക്കെ പറ്റും. അപ്പം നീ ഒരു സ്പൂൺ എടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കും. ചൂടുവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ താഴേന്ന എനർജി കയറി നമ്മുടെ കയ്യിലേക്ക് വരില്ലേ? ആ സമയത്ത് സ്പൂൺ തന്റെ ടെമ്പറേച്ചർ ഒരു ഏറ്റവും താഴെ കൂടുതലായിരിക്കും, പിന്നെ കുറച്ച് കുറവായിരിക്കും. നമ്മുടെ കൈയുമായി ടച്ച് ചെയ്യുന്ന ഭാഗത്ത് എന്ത് കുറവായിരിക്കും? ടെമ്പറേച്ചർ കുറവായിരിക്കും. പക്ഷെ നമ്മുടെ കയ്യിലേക്ക് എനർജി വരുന്നുണ്ട്. അല്ലാതെ മുഴുവൻ എന്ത് ചെയ്തിട്ടില്ല, സ്പൂൺ മേടിച്ചിട്ടില്ല. അതായത് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ചൂടായി ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചാൽ ഇനി എനിക്ക് എനർജി വേണ്ടെന്ന് പറയും. ആ എനർജി അടുത്ത കൂളർ പോർഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സ്റ്റേറ്റിനെ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയും. അല്ല, എനർജി അബ്സോർബ് ചെയ്യാത്ത സ്റ്റേറ്റ് അല്ല സ്റ്റഡി സ്റ്റേറ്റ് കേട്ടോ. ബൈ.